മോദി സർക്കാരിനെ വരച്ച വരയിൽ നിർത്താൻ തനിക്ക് കഴിയുമെന്ന് സ്റ്റാലിൻ പറയുന്നു. സ്റ്റാലിൻ ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. സ്റ്റാലിൻ മാത്രമല്ല, സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി, ഇവരെല്ലാം കൂടെ കൂടി ഒരു ഹിന്ദി വാദമൊക്കെ ഉയർത്തിക്കൊണ്ടിപ്പോൾ വരുന്നുണ്ട്. ഇത് വീണ്ടും എന്തിനുള്ള പുറപ്പാടാണ്? അല്ല, അത് അവരുടെ ആകെ ആ ഒരു കാർഡേ ഉള്ളൂ ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കാലമായി. ഇതൊക്കെ വല്ലതും ഗതി പിടിച്ചോ? ഇപ്പോഴായി ഈ നിമിഷം ചെന്നൈയിൽ പോയി ഇറങ്ങുക, എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ, അവിടുത്തെ ടാക്സിക്കാരോട് ഹിന്ദിയിൽ സംസാരിക്കുക, അവർ ഹിന്ദിയിൽ മറുപടി പറഞ്ഞോളൂ. സ്റ്റാലിനൊക്കെ ഇങ്ങനെ സ്റ്റാലിൻ്റെ മക്കളൊക്കെ പഠിക്കുന്നത് എവിടെയാണ്? അവരെല്ലാം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ പോയി. എന്നിട്ട് ഈ പാവപ്പെട്ട തമിഴിന് അവനെ അവിടെ തന്നെ കിടന്ന് കഷ്ടപ്പെടണമെന്ന് വിചാരിച്ചിട്ട് അവനെ തമിഴ് മാത്രം പഠിക്കാൻ അനുവദിക്കും. ഇതൊക്കെ പ്രാന്താണ്. ഇതൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയില്ലേ? അതൊക്കെ എത്ര തവണ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കറുത്ത പെയിൻ്റ് അടിച്ച് ഹിന്ദി വായിക്കുന്നു, എന്തൊക്കെ ചെയ്യും, എന്നിട്ടൊന്നും സാധിച്ചില്ല. ഇപ്പോൾ ഈ കൂടുതൽ ഹിന്ദി കളിച്ചു കഴിഞ്ഞാൽ DMKക്ക് ഉള്ള വോട്ടുകൂടെ നഷ്ടപ്പെടും. ഈ ആളുകൾ ചേഞ്ച് ആവുന്നത് നമുക്ക് അറിയാഞ്ഞിട്ടാണ്. കേരളത്തിൽ നമുക്കിപ്പോൾ ഗ്ലെയറിംഗ് ആയിട്ടറിയാം. ബംഗാളികൾ എന്ന് വിളിക്കപ്പെടുന്ന അവരിപ്പം ബംഗാളിയാണോ ബംഗ്ലാദേശിയാണോ ആസാമിൽ നിന്നാണോ മിസോറാമിൽ നിന്നാണോ നമുക്കറിയില്ല. നമ്മൾ കോമൺ നെയിം ബംഗാളി എന്ന് വിളിക്കുന്നു. അവരല്ലേ ഇപ്പോൾ കേരളത്തിലെ സകല ജോലിയും ചെയ്യുന്നത്. ചുമട്ട് തൊഴിലാളിയെയും ഓട്ടോറിക്ഷ തൊഴിലാളിയും, ഈ രണ്ട് പേരൊഴിച്ച് ബാക്കി എല്ലാ രംഗത്തും അവർ വന്നു കഴിഞ്ഞു. തമിഴ്നാട്ടിലും ഇതുപോലെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ വരെ ബിസിനസ്സുകാരായിട്ട്, അല്ലാതെ ചായക്കടയിൽ മേശ തുടയ്ക്കാനില്ല, ബിസിനസ്സുകാരായിട്ട് മധ്യപ്രദേശിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന് ഒക്കെയുള്ള ചെറുപ്പക്കാർ പോയിട്ടുണ്ട്. ചെന്നൈ നഗരത്തിലെ ജനസംഖ്യയിൽ എത്ര ശതമാനം തമിഴന്മാരുണ്ടെന്നാണ് ബബിതയുടെ വിചാരം? ഹ്യൂജ് തെലുങ്കന്മാരുണ്ട് അവിടെ. കോയമ്പത്തൂർ വരെ തെലുങ്കന്മാരുടെ സാമ്രാജ്യമാണ്. കോയമ്പത്തൂരുള്ള തമിഴന്മാർ മുഴുവൻ ബേസിക്കലി തെലുങ്കന്മാരാണ്. അപ്പോൾ ഇവർ ഈ തമിഴ് എന്ന് പറഞ്ഞ് മൂപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി വോട്ടിങ്ങിൽ ഭീകരമായിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് മലയാളത്തിൽ നമുക്ക് അഭിമാനമില്ലാഞ്ഞിട്ടാണ്. തമിഴിൻ്റെ പോലെ ഒരു ഒരു ഭാഷാ വെറിയില്ലെന്നേ ഉള്ളൂ. നമുക്കൊക്കെ മലയാളത്തിൽ അഭിമാനമുണ്ട്. നമ്മളിങ്ങനെ ഇത് മിനിറ്റ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. ഞാനൊക്കെ സ്കൂളിൽ ഹിന്ദി പഠിച്ചു, അതുകൊണ്ട് എന്ത് ദോഷം? എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കണം, ഹിന്ദി ലോകത്തെ 4ാമത്തെ ഭാഷയാണ്. ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളുടെ എണ്ണം എടുത്താൽ 4ാമത്തതാണ് ഹിന്ദി. ചെറിയ ഭാഷയൊന്നുമല്ല. എത്ര കോടിക്കണക്കിന് ജനം സംസാരിക്കുന്ന ഭാഷ. അത് ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ വേണ്ട, എനിക്കല്ലേ നഷ്ടം? ഭൂരിപക്ഷത്തോട് സമ്മതിക്കാൻ എനിക്ക് ഭാഷയില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം സംഭവിക്കുന്നത് എനിക്കല്ലേ? തമിഴ്നാട് പോലെ വ്യവസായ വികസനമുള്ള സ്ഥലമാണ് പഞ്ചാബ്. ഞാൻ പഞ്ചാബി പഠിക്കില്ല, പഞ്ചാബി സംസാരിക്കില്ല. മറാഠി ഞാൻ സംസാരിക്കില്ല, ഞാൻ തമിഴേ സംസാരിക്കുകയുള്ളൂ. അവിടെ തന്നെ കിടക്കും, ആ പൊട്ടക്കിണറ്റിൽ കിടക്കണം എന്നാണ് DMKയുടെ ആഗ്രഹം. അങ്ങനെ അവർ കിടക്കണം. അവർ ജീവിതകാലം മുഴുവൻ DMKക്ക് വോട്ട് ചെയ്യണം. കരുണാനിധി എന്താണോ ചെയ്തത് അത് സ്റ്റാലിൻ്റെ ഇവർ വല്ലപ്പോഴും അവർക്ക് 1/2 കിലോ അരി, ഒരു TV ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും, കള്ളും വാങ്ങിച്ചു കൊടുക്കും. അതും കുടിച്ച് ഇങ്ങനെ നിങ്ങൾ കിടന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ പരിപാടിയാണ്. ഇത് നിലനിൽക്കാൻ പോകുന്നില്ല സ്റ്റാലിൻ്റെ ഒന്നും തന്ത്രം. ഇവർ എത്ര വലിയ ബ്രാഹ്മണ വിരോധം എന്തൊക്കെ പറഞ്ഞു, എന്നിട്ടും ബ്രാഹ്മണർക്ക് വല്ല ക്ഷീണം ഉണ്ടായോ? ഇപ്പോഴും അവർ ടോപ്പ് ക്ലാസ്സായിട്ട് നിൽക്കുന്നില്ലേ? ഇവർ പൊക്കിക്കൊണ്ട് നടക്കുന്ന അയാൾ ബ്രാഹ്മണനാണ്. TM കൃഷ്ണ സംഗീതജ്ഞനുണ്ടല്ലോ, അയാൾ ബ്രാഹ്മണനാണ്. അയ്യരോ അയ്യങ്കാരോ മറ്റോ ആണ്. പക്ഷെ അയാൾ ഈ ഡയലോഗ് അടിക്കുന്നതുകൊണ്ട് ഇവർ അയാളെ പൊക്കിക്കൊണ്ട് നടക്കും. ബേസിക്കലി ഈസ് ബ്രാഹ്മൺ. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാ? ഐ തിങ്ക് വിശ്വനാഥൻ അതോ സദാനന്ദൻ, തമിഴിനാണ്.
ശക്തികാന്ത ദാസ് ഇപ്പോൾ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മോദി എടുത്തിട്ടുണ്ട്. ശക്തികാന്ത ദാസ് തമിഴ്നാടുകാരനല്ല, പക്ഷെ ഫ്ലുവൻ്റായിട്ട് തമിഴ് പറയും, IAS-കാരനാണ്. ഈ വാട്ട് ഡു ദേ തിങ്ക്? ഞാൻ തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശത്ത് പോയി താമസിച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം തമിഴ് സംസാരിക്കും, എനിക്ക് തമിഴ് മനസ്സിലാകുകയും ചെയ്യും, ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ താമസിച്ചത്, എനിക്ക് മറാഠി അറിയാം, പറഞ്ഞാൽ മനസ്സിലാവും. തിരിച്ചങ്ങോട്ട് പറയാനുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മലയാളത്തിൽ ചിന്തിച്ച് പിന്നെ മറാഠിയിലേക്ക് തർജ്ജമ ചെയ്ത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് താമസിക്കുമല്ലോ. അപ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ബ്ലിങ്കസി അയാൾ ഇതെന്താ ഈ തുറച്ചു നോക്കുന്നതെന്ന്. തുറച്ചു നോക്കുകയല്ല, നമ്മൾ മനസ്സിൽ തർജ്ജമ ചെയ്യുകയാണ്. അപ്പോൾ അയാൾ പറയും ഇത്ര ബുദ്ധിമുട്ടുണ്ട്, ഹിന്ദിയിൽ പറഞ്ഞു. ഹിന്ദി കുറെ കൂടെ ഫ്ലുവൻ്റ് ആയിട്ട് വരും. അപ്പോൾ മറാഠി അധികം ഉപയോഗിക്കേണ്ടി വന്നില്ല, ഹിന്ദി കൊണ്ട് കാര്യം നടക്കുന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് ലാംഗ്വേജ് അറിയാവുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരസിംഹറാവു 16 ഭാഷ അറിയാമായിരുന്നു, 16 ഭാഷ. അന്ന് ഇറാൻ നമുക്കെതിരെ യുണൈറ്റഡ് നേഷൻസിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, പാകിസ്ഥാൻ്റെ പ്രമേയത്തിന് അനുകൂലമായിട്ട്. ഇറാൻ എക്കാലവും പാകിസ്ഥാൻ്റെ കാര്യത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് നമ്മളുള്ള സ്നേഹം കൊണ്ടല്ല. പാകിസ്ഥാൻ സുന്നിയാണ്, ഇറാൻ ഷിയാണ്. അതുകൊണ്ട് പാകിസ്ഥാനെതിരായിട്ട് അവർ ചെയ്യും ഇന്ത്യയുടെ ഭാഗത്ത്. അത്തവണ എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൂടാ, ഇറാൻ യുണൈറ്റഡ് നേഷൻസിൽ അവർ പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ്റെ പ്രമേയം വന്നാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. നരസിംഹറാവു സ്ഥലത്തില്ല, വിദേശ ഇതിലായിരുന്നു. വെളുപ്പിനെ 3 മണിക്ക് നരസിംഹറാവു എത്തിയപ്പോൾ തന്നെ ഈ വിവരം പറഞ്ഞു, സാർ ഇങ്ങനെയാണ് വോട്ടെടുപ്പ്, ഏകദേശം ഉച്ചയാകുമ്പോൾ അവിടുത്തെ സമയമാകും, വോട്ടെടുപ്പിൻ്റെ സമയമാകും, ഇറാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. നരസിംഹറാവു അന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അലി അക്ബർ വിലായത്തി, ഇത്രയും സുന്ദരനായ ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, താടിയൊക്കെ ട്രിം ചെയ്ത സോ ഹാൻസം എ മാൻ അലി അക്ബർ വിലായത്തി. ഇറാനികൾ പൊതുവെ നല്ല ചുവന്ന് തുടുത്തിട്ടൊക്കെയാണ്, കാണാൻ സ്റ്റൈലാണ്. നമ്മളുടെ സിനിമാ താരങ്ങളോടൊക്കെ മാറി നിൽക്കാൻ പറയും നമ്മൾ. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറിക്ക് അലി അക്ബർ വിലായത്തി വരാൻ പറഞ്ഞു, അത്രയ്ക്ക് ഹാൻസം. ഈ മനുഷ്യനെ വിളിച്ചിട്ട് അവരുടെ ഭാഷയിൽ സംസാരിച്ചു. 16 ഭാഷകൾ അറിയാമായിരുന്നു നരസിംഹറാവുവിന്. അതൊരു അഭിമാനമല്ലേ നമ്മുടെ പ്രധാനമന്ത്രിക്ക്? 16 ഭാഷകൾ അറിയാം, ഇൻ്റർനാഷണൽ ഭാഷകളൊക്കെ, സംസ്കൃതം, തെലുങ്ക്, കാശ്മീരി, അതുകൂടാതെ ഈ പറഞ്ഞ ജർമ്മൻ, സ്പാനിഷ്, ഇറാനിയൻ ഭാഷയിൽ സംസാരിക്കും, ഇസ്രായേലിനോട് അവരുടെ ഭാഷയിൽ സംസാരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാകും. നമ്മൾ അപരിചിതമായ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഭാഷയിൽ ഒരാൾ നമ്മളോട് സംസാരിച്ച കംഫർട്ടബിളായി. അപ്പോൾ തന്നെ ഇതൊക്കെ വേണ്ടതല്ല. ഈ കഴുതിക്ക് ഇതൊന്നും മനസ്സിലാവില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതുമാത്രമല്ല, സ്റ്റാലിൻ ഇപ്പോൾ പറയുന്നുണ്ട് GST വിഹിതം കേന്ദ്രത്തിന് കൊടുക്കാനുള്ള നിങ്ങളുടെ വെട്ടിക്കുറയ്ക്കുമെന്ന്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അയാൾക്ക് ഇതിൻ്റെ ഒന്നും ഫ്ലോ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതൊരു കോമൺ പൂളാണ്, വേർ എവരിബഡി പുട്സ് മണി. അത് കോമൺ പൂളിൽ കറങ്ങിയിട്ട് നിങ്ങളുടെ വിഹിതം ഇങ്ങോട്ട്, കേരളത്തിൻ്റെ വിഹിതം അങ്ങോട്ടൊക്കെ പോകും. അതിനെന്താ PMAF എന്നോ മറ്റോ പറഞ്ഞൊരു സിസ്റ്റമാണ്, ഓൺ വിച്ച് നോബഡി ഹാസ് ഗോട്ട് എനി കൺട്രോൾ. ഒരിക്കൽ GST കൗൺസിൽ കൂടിയിട്ട് ടാക്സ് അത് ഇത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോ നമ്മളുടെ ഫിനാൻസ് കമ്മീഷൻ, നിതി ആയോഗ്, റിസർവ് ബാങ്ക്, ഫിനാൻസ് മിനിസ്ട്രി, പിന്നെ ഈ പറഞ്ഞ സ്റ്റേറ്റുകൾ, ഇവരെല്ലാം ഇൻവോൾവ് ചെയ്തെടുത്ത ഒരു ഫോർമുല. അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ആർക്കും തൊടാൻ പറ്റില്ല. അതനുസരിച്ച് കൊച്ചി കോർപ്പറേഷനിൽ ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആ സമയത്ത് കൊച്ചി കോർപ്പറേഷനിൽ പോകും. ഇവരിപ്പോൾ പറയുന്നില്ലേ ആശാ വർക്കർക്ക് കൊടുക്കാനുള്ള കേന്ദ്ര വിഹിതം കിട്ടിയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ബിക്കോസ് ഓഫ് ദിസ് സോഫ്റ്റ്വെയർ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ കം. അതായിട്ട് തടഞ്ഞു വയ്ക്കുകയൊന്നുമില്ല. തടഞ്ഞു വയ്ക്കുന്നത് പലപ്പോഴും നിങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. ഓവർ ഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വിതിൻ 2 വീക്സ് അത് തിരിച്ചടയ്ക്കണം. തിരിച്ചടച്ചില്ലെങ്കിൽ നെക്സ്റ്റ് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ, ജനറൽ അലോട്ട്മെൻറ്റിൽ ഈ ഓവർ ഡ്രാഫ്റ്റിൻ്റെ തുക അവർ കുറയ്ക്കും. അങ്ങനെയാണ് നിങ്ങൾ കിട്ടിയില്ല എന്ന് പറയുന്നത്. അത് നിങ്ങൾ നേരത്തെ മേടിച്ചെടുത്തതാണ്. കഴിഞ്ഞ മാസം, ഈ മാസത്തെ കാശും കൂടെ ഞാൻ കഴിഞ്ഞ മാസം മേടിച്ചെടുത്തു, പിന്നെ ഈ മാസം കാശ് കിട്ടുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ബാലഗോപാലൻ പറയും ഈ മാസം കാശ് ഇതിലാണ്. ദിസ് ഈസ് ദ പ്രോബ്ലം. അതർവൈസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റേഷൻ്റെ അരി വരുന്നത്? അതെല്ലാം ഒരു സിസ്റ്റത്തിൽ
ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വന്നുകൊണ്ടിരിക്കും. നോബഡി നീഡ് ടു ഇൻ്റർഫിയർ വിത്ത് ദാറ്റ് ആൻഡ് ദ സിസ്റ്റം വിൽ നോട്ട് അലോ യു ടു ഇൻ്റർഫിയർ. അതാണ് ഒരാൾക്ക് റേഷൻ കൂടുതൽ കൊടുക്കാൻ വിചാരിച്ചൊന്നും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ അതിന് പ്രോപ്പർ പ്രൊസീജിയർ ആക്കിയിട്ട് സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് പെർമിഷൻ കൊടുത്ത് അങ്ങനെ അത് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ GST പിടിച്ചു വയ്ക്കും. പിണറായി വിജയൻ പറഞ്ഞില്ല ഞാൻ CAA നടപ്പാക്കില്ല. നടപ്പാക്കണ്ട, താനല്ല നടപ്പാക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ പറയാം ബബിതയെടുത്ത്, ബബിത ഒരു കാര്യം ഞാൻ പറയാം, വിമാനമൊന്നും ഞാൻ പറപ്പിക്കില്ല. പറപ്പിക്കുക എനിക്ക് ലൈസൻസ് ഇല്ല, ഞാൻ പൈലറ്റില്ല, എനിക്ക് വിമാനം പറപ്പിക്കാൻ അറിഞ്ഞുകൂടാ, പിന്നെ ഞാൻ ചെയ്യില്ല എന്ന് ബലം പിടിക്കുന്നത് എന്ത് മണ്ടത്തിലാണ്. അതുപോലെയൊക്കെയാണ് ഈ സ്റ്റാലിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ DMKയുടെ ഒരു പീക്കിലെത്തി, ഇനിയിപ്പോൾ അവർ താഴത്തേക്ക് പോകുള്ളൂ. നോക്കൂ, ഭാഷയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടും അവർ താഴെ പോകും. വാട്ടിൽ ഹാപ്പൻ മറ്റ് തമിഴന്മാരെ മറ്റ് സംസ്ഥാനക്കാരെല്ലാം പുറത്താക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യുകയാണ്? താങ്ങാൻ പറ്റുകയൊക്കെ വെറുതെ വർത്തമാനം പറയുന്നു. അതായത് സാറ് പറഞ്ഞു വരുന്നത് സ്റ്റാലിൻ മനസ്സിലാക്കണം തമിഴ്നാട്ടിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയാണ് തമിഴ്നാടെന്ന് മനസ്സിലാക്കണം എന്നല്ലേ സാറ് പറഞ്ഞു വരുന്നത്? അതെ, അതായത് തമിഴ്നാടിന് പ്രത്യേകിച്ചുള്ള ഒരു ഇതൊന്നുമില്ല. ദാറ്റ് ഫൂൾ നോസ് ദാറ്റ്. ഇതൊക്കെ പൊളിറ്റിക്സിന് ഇങ്ങനെ പറയുന്നതല്ലേ, ഞാൻ തരില്ല ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റന്നാളെ മോദി മദ്രാസിൽ വരുന്നു എന്ന് ചോദിക്കുക, ഇതേ സ്റ്റാലിൻ എയർപോർട്ടിൽ പോയിട്ട് സ്വീകരിക്കണം. രാഷ്ട്രീയ വാചകടി മാത്രമാണ്. അപ്പോൾ സ്റ്റാലിൻ്റെ പുതിയ വാദം എങ്ങോട്ട് പോകുന്നു നോക്കാം. എങ്ങും പോകാൻ പോകുന്നില്ല, ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.